ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയ വലിയ വിജയത്തിന് പിന്നാലെ ഇന്നലെ സംഘടിപ്പിച്ച മഹാപഞ്ച് ഈ സമ്മേളനത്തിൽ വെച്ച് രാഹുൽ ഗാന്ധി വേദിയിലിരിക്കെ ശശി തരൂർ വേദി വിടുന്ന ഒരു സംഭവം ഉണ്ടായി. സർ, തരൂർ ഇനിയും മെരുങ്ങിയിട്ടില്ല എന്നാണോ നമ്മൾ ചിന്തിക്കേണ്ടത്? തരൂർ മെരുങ്ങിയിട്ടില്ലല്ലേ? രാഹുൽ ഗാന്ധി ഒന്നും എനിക്ക് വലിയ കാര്യമല്ല, കോൺഗ്രസും വലിയ കാര്യമല്ല എന്നുള്ള മെസ്സേജാണ് കൊടുത്തേക്കും. അത്രേ ഉള്ളൂ. കേരളത്തിൽ ഇന്നലെ അവർ നടത്തിയിരുന്ന് പറഞ്ഞാൽ 15,000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആഘോഷം അത് രാഹുൽ ഗാന്ധി ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഇവിടെ വന്ന് നടത്തി. പിന്നെ ലീലാവതി അവർക്ക് എൻ്റെ ഒരു ആദരവ്, അത് രണ്ടായിരുന്നു ഒരു പരിപാടി. അപ്പോൾ പരിപാടിക്കകത്ത് ശശി തരൂർ പറയുന്നത് അദ്ദേഹത്തിനെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല. പൈലറ്റ് പ്രസംഗികനായിട്ട് ഉപയോഗിച്ചാണ്. ഈ പൈലറ്റ് പ്രാസംഗികരുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ മെയിൻ വേദിയിൽ യോഗയില്ല. അപ്പോൾ ആ പ്രധാനപ്പെട്ട ആൾ വന്നു കഴിയുമ്പോൾ അയാൾ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകില്ല. നമ്മൾ കണ്ടിട്ടില്ല. ഈ പ്രസംഗത്തിന് ആളിനെ കൂട്ടും. പിണറായി വിജയൻ വരുമ്പോൾ അയാൾ പിന്നെ വേദി കാണത്തില്ല. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ ഇദ്ദേഹത്തെ ഉൾപ്പെടുത്തി. മാത്രമല്ല എല്ലാവരുടെയും പേര് കോൺഗ്രസിൻ്റെ നിങ്ങൾ കേട്ടിട്ടില്ലേ? രഞ്ജി, മറ്റേ ജി, എല്ലാത്തിനും അതും ജി ഉണ്ട്. പണ്ട് ഈ ജി ചേർത്ത് വിളിക്കുന്ന ആരെയാണെന്നുള്ള കാര്യത്തെ പറ്റി മാഷിനും സാറിനും ഒക്കെ ബോധ്യമുള്ളതാണ്. ഇപ്പോൾ റോഡേ പോകുന്ന ഒരു ബൂത്ത് പ്രസിഡന്റ് ജിയാണ്. അപ്പോൾ ആ ജിയുടെ കൂട്ടത്തിൽ ഈ ജി വന്നില്ല. അപ്പോൾ ഈ ജി പറഞ്ഞ് എനിക്ക് ഈ നിങ്ങൾ പറയുന്ന പ്രതിപക്ഷ നേതാവും കോൺഗ്രസും ഒന്നും ഒരു വിഷയമല്ല, എനിക്ക് സ്വന്തമായിട്ടൊരു തട്ടകമുണ്ട്, ഞാനത് പണിഞ്ഞ തട്ടകമാണ്, ആ തട്ടകം ഉണ്ടെന്ന് കണ്ടുകൊണ്ട് നിങ്ങളുടെ അമ്മയും അല്ലെങ്കിൽ കോൺഗ്രസും ഒക്കെ എന്നെ വിശ്വപൗരൻ എന്നുള്ള രീതിയിൽ ഇതിനകത്ത് ആക്കി തീർത്താണ്. എനിക്ക് ഇതിനകത്ത് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ വിചാരിക്കുന്ന കോൺഗ്രസ്, എൻ്റെ ഐഡിയോളജിയിലുള്ള കോൺഗ്രസ് ഞാൻ പലവട്ടം വെളിച്ചത്താക്കിയതാണ്. അപ്പം നിങ്ങളുടെ ഈ പോക്കിനോട് എനിക്ക് യോജിപ്പില്ല. എൻ്റെ പോക്ക് അംഗീകരിച്ച് നിങ്ങൾക്ക് എന്നെ കൂടെ നിർത്താമെങ്കിൽ നിർത്താം, അല്ലെങ്കിൽ പുറത്താക്കാം. ഇതല്ലേ എൻ്റെ മെസ്സേജ്. ഇത് പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ, അല്ലെങ്കിൽ കാണിച്ചിട്ടുള്ളതല്ലേ. അതായത് ഇതിനകത്ത് ഏറ്റവും കോൺഗ്രസിനപ്പുറം ഉള്ള ഒരു നേതാവ് തന്നെയാണ് ശശി തരൂർ. അയാൾ സ്വന്തമായിട്ടത് കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കോൺഗ്രസിന് ഈ വർക്കിംഗ് കമ്മിറ്റി അംഗത്തിനെ ഒന്ന് പുറത്താക്കാൻ പോലുമുള്ള ശേഷിയില്ല. കാരണം പുറത്താക്കിയാൽ അയാളെ പുറത്താക്കുന്നതിൻ്റെ കാരണം ലോകം അന്വേഷിക്കും. അതന്വേഷിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഐഡിയോളജിക്കകത്ത് നിൽക്കുന്നതല്ല. കാരണം അയാൾ പറയുന്ന കാര്യമെല്ലാം ശരിയായിട്ട് വരും. അത് പാകിസ്ഥാൻ്റെ കാര്യം വരുമ്പോഴും ശരിയായിട്ട് വരും. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തന കാര്യം വരുമ്പോഴും ശരിയായിട്ട് വരും. ഒരു ഏറ്റവും അവസാനം അദ്ദേഹം പറയുന്ന ഒരു വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള എനിക്ക് ഇവിടെ കിട്ടിയ പരിഗണന എത്രത്തോളം ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോയി. അതും ഇപ്പോൾ ഓരോന്ന് പരിശോധിക്കുമ്പോൾ നമ്മൾ എത്ര പറയുമ്പോഴും 55 കൊല്ലം ഇന്ത്യ ഭരിച്ചിരുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന മതേതരത്വവും ചേരിചേരാ നയവും, അല്ലെങ്കിൽ ലോകത്തിൻ്റെ നെറുകയിലൊക്കെയാണെന്ന് ഇപ്പോഴും അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ അത് ഞങ്ങളാണ് ഇന്ത്യയെ സൃഷ്ടിച്ചതെന്ന് അവകാശപ്പെടുന്ന ആ മാൻഡേറ്റ് കൊണ്ട് നിൽക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ കാര്യം ഏറ്റവും അവസാനം ലോകം ചർച്ച ചെയ്യുന്നതിനകത്ത് നിന്ന് മാറി ചർച്ച ചെയ്യുന്ന ഒരു കോൺഗ്രസ്, അല്ലെങ്കിൽ ഒരുപക്ഷേ ഈ പറയുന്ന ഇന്ത്യയുടെ ഭാഗമല്ലാതെ ചർച്ച ചെയ്യുന്ന ഒരു കോൺഗ്രസ്, ഇന്ത്യയുടെ പോക്കിനകത്ത് എവിടെയൊക്കെ കുഴപ്പങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് ലോകത്ത് നിന്ന് സംസാരിക്കുന്ന ഒരു കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള പ്രതിപക്ഷ നേതാവ്. അപ്പോൾ ഇതൊന്നും അല്ല ശരിയെന്ന് പലവട്ടം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് ശശി തരൂർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ശശി തരൂരിനെ വേണ്ട കോൺഗ്രസിന്. കോൺഗ്രസിന് വേണ്ടത് ഇന്ത്യയെ തള്ളിപ്പെടുന്ന, അല്ലെങ്കിൽ തള്ളിപ്പറയുന്ന, അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനോട് യുദ്ധം ചെയ്യുമ്പോൾ പാകിസ്ഥാൻ്റെ കീഴിൽ മിസൈൽ കൊണ്ടിരുന്നത് പാവമല്ലേ എന്ന് ചോദിക്കുന്ന അത്തരത്തിലുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെയും കോൺഗ്രസിനെയൊക്കെ ആയിരിക്കും എന്നുള്ള മെസ്സേജാണ് വീണ്ടും അദ്ദേഹം ഇന്നലെ കാണിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതെ, ശശി തരൂർ ഇതിന് പോയതിന്റെ കാരണം എന്തെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ച പ്രോഗ്രാംസ് ഉണ്ടായിരുന്നത് കൊണ്ടാണെന്ന് അദ്ദേഹത്തിന് വൃത്തങ്ങൾ പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ ആ കാരണമാവാനാണ് സാധ്യത. പിന്നെ അദ്ദേഹത്തിന് ഈ സാറ് പറഞ്ഞത് ശരിയായിരിക്കും, ശരിയാണ് താനും. ഇപ്പോൾ നെഹ്റു കുടുംബമായിട്ട് അദ്ദേഹത്തിന് അത്ര വലിയ മതിപ്പൊന്നുമില്ല, സോണിയാഗാന്ധിയോടായാലും രാഹുൽ ഗാന്ധിയോടായാലും. അത് അദ്ദേഹം ആദ്യം കാണിച്ചത് ഏറ്റവും ധീരമായ ജനാധിപത്യ രീതിയിലാണ്. അവരുടെ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് മത്സരിച്ചു, എന്നിട്ടും മോശമല്ലാത്ത വോട്ട് വാങ്ങി ഈ കോൺഗ്രസിനകത്ത് ശ്രദ്ധേയനായ ഒരു വ്യക്തിയായി അദ്ദേഹം മാറിയത് അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം എടുത്തിരിക്കുന്നത്, കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം സ്വീകരിച്ചു വന്ന നിലപാടിൽ നിന്ന് അദ്ദേഹം തന്നെ ചിലത് തിരിച്ചറിഞ്ഞ് ഒതുങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് വയനാട്ടിൽ ലക്ഷ്യ ക്യാമ്പാണെന്നല്ലോ കോൺഗ്രസിൻ്റെ, അവിടെ വെച്ച് ഇവർ കോംപ്രമൈസ് വെച്ചാൽ അതല്ല, അദ്ദേഹം തന്നെ കൃത്യമായ നിലപാടെടുത്ത് പാർട്ടിയോട് വിധേയപ്പെട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു പൂർണ്ണമായും എന്ന് അവിടെ വെച്ച് പ്രഖ്യാപിച്ചാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ രാഹുൽ ഗാന്ധി വരുന്നതിന് മുമ്പ് പൈലറ്റ് പ്രാസംഗികനായിട്ട് പോലും അദ്ദേഹം വന്ന് സംസാരിച്ചല്ലോ. ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു, രാഹുൽ ഗാന്ധി വന്നു കയറി ആരവങ്ങൾക്കിടയിൽ സംസാരിക്കുന്ന അദ്ദേഹമാണ്. ഇതാ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വന്നിരിക്കുന്നു. അത് പിന്നെ പൈലറ്റ് പ്രാസംഗികന്മാർ അങ്ങനെയാണല്ലോ. അത് കഴിഞ്ഞാൽ വേണമെങ്കിൽ അവർക്ക് അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോകാം സാധാരണ മട്ടിൽ. ശശി തരൂരിന് അദ്ദേഹത്തിൻ്റെ പരിപാടി ഉണ്ടാവാം. ഇനി അതും അല്ലെങ്കിൽ സാറ് പറഞ്ഞതും കാരണമാവാം. രാഹുൽ ഗാന്ധിയുടെ കൂടെ വേദിയിൽ അങ്ങനെ ഇരുന്ന് കൊടുത്ത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കെട്ടുകൊടുക്കേണ്ടതില്ല എന്ന് അദ്ദേഹം അങ്ങനെ ആലോചിക്കുന്നുണ്ടാവാം. കാരണം അങ്ങനെ ആലോചിക്കാൻ സാറ് പറഞ്ഞ പോലെ അതിനുള്ള കാലിബറുള്ള സ്റ്റേച്ചറുള്ള ഒരാളാണല്ലോ.
അതൊക്കെയാണെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് ഇടക്കാലത്ത് നമ്മൾ കേട്ടിരുന്നത് അങ്ങനെയല്ലല്ലോ. പൂർണ്ണമായും അദ്ദേഹം കോൺഗ്രസ് വിട്ടുപോകും, കേന്ദ്ര ഗവൺമെൻറ്റിനെ സഹായിക്കും, അദ്ദേഹത്തിന് വേണ്ടി കരുതി വെച്ച ചില പോസ്റ്റുകൾ കേന്ദ്ര ഗവൺമെൻറ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് കരുതിയിരുന്നത്. പക്ഷേ അതിൽ നിന്ന് പിന്നീട് ശശി തരൂരിൻ്റെ ചില പ്രസ്താവനകളും അഭിമുഖങ്ങളും ചില ലേഖനങ്ങളിലുമൊക്കെ ഞാൻ കണ്ടത് ഈ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ ഇനി ബാക്കിയുള്ളത് ഒന്നും തൽക്കാലം BJPക്ക് കൊടുക്കാൻ സാധ്യതയില്ല. കാരണം അദ്ദേഹം, ഞാൻ ആദ്യം വിചാരിച്ചത് അദ്ദേഹത്തിന് ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വന്നല്ലോ, അപ്പോൾ പരിഗണിക്കാനൊരു സാധ്യത ഉണ്ടായിരുന്നു. അത് അദ്ദേഹം താല്പര്യം കാണിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സംബന്ധമായ ചില സൂചനകൾ വന്നിരുന്നു. 2, അദ്ദേഹത്തിന് പിന്നെ സാധ്യതയുള്ളത് വിദേശകാര്യ മന്ത്രിയാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ലോകത്തിലെ ഇന്ത്യയുടെ ഏത് വിദേശകാര്യമന്ത്രിമാരും കൈകാര്യം ചെയ്ത വേദികളും രാജ്യങ്ങളും രാജ്യാന്തര ബന്ധങ്ങളും ഒക്കെ ഐക്യരാഷ്ട്രസഭയിൽ ഇരുന്നുകൊണ്ട് എനിക്കുണ്ട്, അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് രാഷ്ട്രീയ പദവി അല്ലാത്തതുകൊണ്ട് തന്നെ അത് എന്നേക്കുള്ളതാണ്, നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വിദേശകാര്യമന്ത്രിയാണെങ്കിൽ ഒരു ടേം വന്ന് പോയി അടുത്ത മന്ത്രി വരുമല്ലോ, കൗണ്ടർ പാർട്ട് ഉണ്ടല്ലോ. ഐക്യരാഷ്ട്രസഭയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ എന്ന പോസ്റ്റിലിരുന്ന ഒരാൾ എന്നും ആ പോസ്റ്റ് മാനിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് അതും താല്പര്യമില്ല എന്ന് മനസ്സിലായി. 3, പിന്നെ ഒരു സാധ്യതയുള്ളത് എന്താണ് എന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ടു, അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല, സ്വകാര്യ വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഡ്രീമിൽ ശശി തരൂരിനെ പോലെ ഒരാളുടെ സ്വപ്നത്തിൽ വരുന്ന പദ്ധതി, മോഹങ്ങൾ എന്തായാലും ചില്ലറ തുക്കട ഒന്നും ആവാൻ വഴിയില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു അഭിലാഷം എന്ന് പറയാവുന്ന ഒന്നേ ഒന്നുള്ളത് കേരള മുഖ്യമന്ത്രി പദവിയാണ്. കേരള മുഖ്യമന്ത്രി പദത്തിലേക്ക് ഒരുപക്ഷെ നല്ല സമയമായിരുന്നു ഇപ്പോൾ ഇക്കൊല്ലം. എന്തുകൊണ്ടും കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന സൂചന കിട്ടുക, അതിന് അനുബന്ധ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ആ വിജയം വരിക, പ്ലസ് കോൺഗ്രസിനകത്ത് ആരാണ് ലീഡർ എന്നതിൽ 3-4 പേരുകൾ, 4-5 പേരുകളൊക്കെ ഒരേ സമയം ഉയർന്നു കേൾക്കുക. ആ ഗ്രൂപ്പുകൾക്കൊക്കെ അതീതമായിട്ട് വേണമെങ്കിൽ AICCക്ക് ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് ആയിട്ട് കേരള മുഖ്യമന്ത്രിയായി ഉയർത്തി കാണിക്കാമായിരുന്നൊരു പേരാണ് ശശി തരൂരിൻ്റെ പേര്. അതുണ്ടായതുമില്ല. കാരണം എവിടുന്നാണ് വരേണ്ടത്? അത് പോളിറ്റ് ബ്യൂറോ അവിടുന്ന് വരണം, കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് വരണം. കേന്ദ്ര കമ്മിറ്റിക്ക് ഇദ്ദേഹം അത്ര അഭിമതനല്ല, ഒന്ന്. രണ്ടാമത്തെ കാരണം, കേന്ദ്ര കമ്മിറ്റിക്ക് ഇദ്ദേഹം അഭിമതനാവാതിരിക്കാനുള്ള പണിയൊക്കെ എടുക്കാൻ അവിടെ ഒരാൾ സജീവമായിട്ടുണ്ട്, KC വേണുഗോപാൽ. അദ്ദേഹം കാൻഡിഡേറ്റ് എപ്പോഴും കോംപ്രമൈസ് കാൻഡിഡേറ്റ് ആയിട്ട് സ്വയം വരാൻ ശ്രമിക്കുകയല്ലാതെ ശശി തരൂരിനെ കൊണ്ടുവരാൻ ശ്രമിക്കില്ല. പിന്നെ അവശേഷിച്ചിരുന്ന ഒരു സാധ്യത ശശി തരൂരും പ്രതീക്ഷയോടെ കണ്ടിരുന്നു. അതെന്താണെന്നറിയോ? കേരളത്തിൽ BJP ഭരിക്കാവുന്ന ഒരു സാഹചര്യം വരുമോ? അത് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ നിന്ന് കേട്ടവർ കേട്ടത്, അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത്, ശരിയായാലും തെറ്റായാലും 40 കൊല്ലത്തേക്ക് കേരളത്തിൽ അങ്ങനെ ഒരു സ്വപ്നം വേണ്ട എന്നാണ്. അതിനെനിക്ക് ആയുസ്സും ഉണ്ടാവുകയില്ലല്ലോ എന്നാണ്. ശശി തരൂര് വാക്കുകൾ, ശശി തരൂര് ഒന്നും കാണാതെ ഒരു വാക്ക് പോലും ഉച്ചരിക്കുന്ന ഒരാളല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ വാക്കും എഴുത്തും, പിന്നെ ശശി തരൂര് നെഹ്റു കുടുംബത്തെ എമ്പാടും വിമർശിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൊക്കെ അത് കാണാനുണ്ട്. എന്നാൽ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാലും നരേന്ദ്രമോദി നേരിട്ട വിമർശനവും അതിരൂക്ഷമാണ് ഇദ്ദേഹത്തിൽ നിന്ന്. എന്താണ് പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ ഉൾപ്പെടെ അതിരൂക്ഷമായ പുസ്തകമാണ്. ഒരു പക്ഷേ നരേന്ദ്രമോദി നേരിട്ടേറ്റവും. അപ്പോൾ അതുകൊണ്ട് നരേന്ദ്രമോദി അദ്ദേഹത്തെ കൂട്ടിച്ചേർക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വിശാല മനസ്കതയും, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ കാലിബറുള്ളൊരു നേതാവിനെ കിട്ടിയാൽ അത് ഉപകാരപ്പെടും എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ കോൺഗ്രസ് വിമർശനം നടത്തിയതുപോലെ തന്നെ ഒരുപക്ഷെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഏറ്റവും ശക്തമായ പാർലമെൻ്ററി പ്രഭാഷണങ്ങളായിട്ടും എഴുത്തായിട്ടും പുസ്തകം തന്നെ, നരേന്ദ്രമോദിക്കെതിരെ നമ്പർ 8 പുസ്തകം എഴുതിയ ഇന്ത്യൻ പാർലമെൻറ്റിലെ ഒരേ ഒരു മെമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളെ ആർക്കും ചെറുതായിട്ട് കാണാൻ പറ്റില്ല. എന്തായാലും ഇപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ മാഞ്ഞു പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ രാഷ്ട്രീയ പാഠങ്ങളും കൂടിയുണ്ട്. ആദ്യത്തെ രാഷ്ട്രീയ പാഠം കിട്ടേണ്ടത് കോൺഗ്രസിനല്ല, BJPക്കാണ്. BJP എങ്ങനെയൊക്കെ കണക്ക് കൂട്ടുമ്പോഴും ഇന്ന്, നാളെ, അടുത്ത തിരഞ്ഞെടുപ്പ് 26, 31, 36 ഇങ്ങനെ കണക്കൂട്ടി നിൽക്കുമ്പോഴും ശശി തരൂർ ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം പല കാരണങ്ങൾ, BJPയുടെ ഒരുപക്ഷെ ഒരു കാര്യം, ഇടക്കാലത്ത് ഒരു കൊല്ലമെങ്കിലും BJPയോട് വളരെ അടുത്ത് നിന്ന്
ശശി തരൂർ BJPയുടെ ശക്തിയും ദൗർബല്യവും പഠിച്ചിരിക്കുന്നു എന്നുകൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് കോൺഗ്രസ് വിട്ടുപോകാൻ വല്ല മടിയുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കോൺഗ്രസ് അദ്ദേഹത്തെ സ്വീകരിച്ചതുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നേ ഉള്ളൂ. ഇറങ്ങിപ്പോകാനും അദ്ദേഹത്തിന് യാതൊരു മടിയില്ല. ചെയ്യാൻ പണി ധാരാളമുണ്ട്. അദ്ദേഹത്തിന് ജീവിക്കാൻ അദ്ദേഹത്തിന് റോയൽറ്റി മാത്രം മതി. പക്ഷേ BJPയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ അദ്ദേഹത്തിന് ഇല്ല എന്ന് പറഞ്ഞാൽ, നരേന്ദ്രമോദിയെക്കുറിച്ച് ഇത്രയേറെ പ്രതീക്ഷയുള്ള ഒരു നേതാവ് ഇന്ത്യയിൽ വേറെ ഇല്ല. അത് എഴുതിയിട്ടുണ്ട്. അനവധി കോളങ്ങളിൽ അദ്ദേഹം എഴുതി ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് കേരള BJPയെക്കുറിച്ച് അദ്ദേഹത്തിന് കേരള BJP കൂടി പ്രതീക്ഷയില്ല. പക്ഷേ ഇതിനകത്ത് പൊളിറ്റിക്സ് കളിക്കുന്ന ശശി തരൂർ കളിക്കുന്ന പൊളിറ്റിക്സ്, ശശി തരൂരിനെ കൊണ്ട് കളിപ്പിക്കുന്ന BJP. അതിനകത്ത് ശശി തരൂരിനെ കൊണ്ട് BJPക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള ഒരു BJPക്കുള്ള ഹൈപ്പാണല്ലോ. അത് ശശി തരൂർ അങ്ങ് മാറി എന്നാൽ തിരുവനന്തപുരത്ത് നിന്ന് അവർക്ക് MP ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ശശി തരൂരിനെ ഉപയോഗിച്ച് കേരളത്തിൽ ഒരു BJP കളിക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥ ഇന്ന് കേരള BJPക്ക് അകത്തില്ല എന്നാണ് ഞാൻ മനസ്സിലായത്. ദേശീയ തലത്തിൽ ഇയാളെ എന്തിനാണ് ഈ പറയുന്നത് പോലെ? ഞാനൊരു കാര്യം ചോട്ടെ, ശശി തരൂർ ഇത്ര പ്രബലനാണ്, അയാൾക്ക് കിട്ടാൻ, അയാൾ ഒരു MP ആയിട്ടിരിക്കാൻ UN സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് മത്സരിച്ച ഒരാൾ എന്തിനാക്കെ ഒരു MP ആയിട്ട് ഇവിടെ ഇരിക്കാൻ നിർബന്ധം പിടിച്ചത്, അല്ലെങ്കിൽ ഇരിക്കാൻ തയ്യാറായത്? ഒരു കേന്ദ്രമന്ത്രിയായിട്ടിരിക്കുന്നത് അതിനേക്കാളൊക്കെ വലിയ പോസ്റ്റിലാണ് പുള്ളി ഇരുന്നത്. അപ്പോൾ അയാൾക്ക് യോഗ്യമായിട്ടുള്ള ഒരു പോസ്റ്റ് ഇനി ഉണ്ടാകുമോ ഉണ്ടാകത്തില്ല. ഇത്തരത്തിലിരുന്ന ഒരാൾ തന്നെ കേരള മുഖ്യമന്ത്രിയായിട്ട് വരുന്നവർ അല്ല വിചാരിക്കുന്ന കാര്യം. അപ്പൊ അദ്ദേഹത്തിന് ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കോൺഗ്രസിനകത്ത് അയാൾ അപ്രിയനാണ്, നെഹ്റു കുടുംബത്തിന് അപ്രിയനാണ്. കേരളത്തിൽ ഒരു യാതൊരു കാരണവശാലും ഇതിനപ്പുറം ഒരു ഗ്യാപ്പ് കൊടുക്കാൻ കേരളത്തിനകത്ത് കോൺഗ്രസ് യാതൊരു കാരണവശാലും അനുവദിക്കുന്ന ഒരവസ്ഥയില്ല. പക്ഷേ മുസ്ലിം ലീഗിനൊക്കെ അല്ലെങ്കിൽ മറ്റു എല്ലാവർക്കും ഒക്കെ താല്പര്യം ഉണ്ടോ? കാരണം ഉണ്ടോ എനിക്ക്. അപ്പം ഇതിനകത്ത് അദ്ദേഹം കളിക്കുന്ന കളി എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ഇവിടെ തീർത്തേ പോകത്തുള്ളൂ. ആ വൈരാഗ്യ ബുദ്ധിയോട് തന്നെ ഇപ്പോൾ കോൺഗ്രസിനകത്തേക്ക് BJP അദ്ദേഹത്തെ ഇതുവരെ പരസ്യമായിട്ട് സ്വാഗതം ചെയ്തതായിട്ട് സാറുണ്ടോ? ഞാൻ BJP പോകത്തില്ല എന്ന് ശശി തരൂർ പറയുന്നതല്ലാതെ BJP ശശി തരൂരിനെ വേണമെന്നോ അല്ലെങ്കിൽ വരുന്നതിന് വേണ്ടിയോ ഏതെങ്കിലും അവസ്ഥയിൽ പരസ്യമായിട്ട് വിളിച്ചതായിട്ട് ഞാനിതുവരെ കേട്ടിട്ടില്ല. ദേശീയ തലത്തിൽ ഇത് വാർത്തയായിട്ടുള്ളതേ ഉള്ളൂ. പക്ഷേ BJPയുടെ ഔദ്യോഗികമായിട്ട് നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ ഈ പറയുന്ന അമിത്ഷായോ മറ്റാരെങ്കിലുമോ ഇദ്ദേഹത്തെ വിളിച്ചതായിട്ടോ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ നാളെ കാലത്തെ കൊണ്ടുവന്നൊരു കേന്ദ്രമന്ത്രിയാക്കുന്നതിനകത്തുള്ള കാര്യം എന്തോ കേരളത്തിൽ നിന്ന്? കാരണം ഈ തിരുവനന്തപുരം സീറ്റ് കോർപ്പറേഷൻ ജയിച്ചില്ലേ, അതേ അവസ്ഥയിൽ അവർക്ക് ജയിക്കാൻ സാറീ പറഞ്ഞ പോലെ ഒന്നിച്ചങ്ങ് നിന്നാൽ മതി. അതിനകത്തുനിന്ന് വോട്ടേ നാട്ടുകാർ വോട്ട് ചെയ്യും. അവർ വോട്ട് ചെയ്യാതിരിക്കുന്നുണ്ടാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ഒരു 3 തെരഞ്ഞെടുപ്പായിട്ട് ഒരു പക്ഷേ BJP അവിടുന്ന് MP ഉണ്ടാവാതെ വരുന്നത്. അത് BJP അങ്ങ് പഠിച്ചാൽ മതി. പിന്നെ BJP അടുത്ത ഒരു 10 കൊല്ലത്തേക്കും കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. മനസ്സിലായി? 40 കൊല്ലത്തേക്കൊന്നും എനിക്കറിയത്തില്ല. 40 കൊല്ലത്തേക്കൊന്നും അറിയത്തില്ല, വരത്തില്ല. അപ്പോൾ ഏതായാലും ഈ ഒരു ഇറങ്ങിപ്പോക്ക് അയാൾ ഈ പറയുന്ന പോലെ കോൺഗ്രസ് എനിക്കൊന്നുമല്ല, എന്നെ വേണമെങ്കിൽ കോൺഗ്രസ് ഉൾക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്താക്കാം എന്നുള്ള മെസ്സേജ് തന്നെയാണ്. സർ, ഒരു കാര്യം കുറിച്ച് നോക്കിയിട്ട്, അതായത് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനല്ലാതിരിക്കുമ്പോഴും രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ശശി തരൂർ ഇപ്പോൾ പ്രസ്ഥാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പോരാടുന്ന അതിൻ്റെ പൊരുൾ മനസ്സിലാകാതെ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകർ കുഴങ്ങുകയാണ്. അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും ഈ ശരിയാണത്. പാർട്ടികൾക്ക് ഉൾക്കൊള്ളാനാവാത്ത ചില വ്യക്തികളുണ്ട് സാർ. അവരെ നമ്മൾ ചെറുതായി കണ്ടിട്ട് കാര്യമില്ല. അവർ തലവേദനയായിരിക്കും എന്നും. അവരാരെങ്കിലും ആയേക്കാം, ആയി തീരാതിരിക്കാം. MN റോയ് എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു ഇന്ത്യയിൽ. ഞാൻ ഒന്നും പറയുന്നില്ല. അങ്ങനെ ചില പ്രതിഭാസങ്ങൾ ചരിത്രത്തിൽ ഉണ്ടാവും. അത് ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഓർമ്മിക്കാൻ അത്തരം ചില ക്യാരക്ടേഴ്സ് വേണം. ശശി തരൂർ എന്തായി തീരും നമുക്ക് കാണാൻ നമ്മുടെ മുമ്പിലുള്ളതാണല്ലോ അദ്ദേഹം. തീർച്ചയായും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.